നമസ്കാരം. പെരേര മച്ചന്മാര് ചാലക്കുടിയാ? ആണോ? നല്ല സന്തോഷം കേട്ടോ. ഞാനിപ്പോ പടത്തിന് വന്നതാ ഇവിടെ സുരഭിയില്. എല്ലാം ടിക്കറ്റ് ഇല്ലായിരുന്നു സംഭവം. പേര് മച്ചന്റെ ചെങ്ങിന് ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് ചാറ്റ കേട്ടോ. ഓക്കെ ശരി. അപ്പൊ നമ്മുടെ പെരേര അല്ലേ? പെരേര ഇപ്പോൾ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ് ചാലക്കുടിയില്. പെരേര അപ്പൊ എമ്പുരാൻ സിനിമയൊക്കെ കണ്ടൂല്ലേ? അടിപൊളിയായി പോയില്ലേ? എങ്ങനെയുണ്ട്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഈ വർഷത്തെ പെരുന്നാൾ സമ്മാനമാണോ ലാലന്റെ പെരുന്നാൾ സമ്മാനമാണോ? കാരണം ഷിയാസ്ക കണ്ടിട്ടില്ല. ഷിയാസ്ക കാണും. ഷിയാസ്ക നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്ന് എനിക്ക് മനസ്സിലായില്ല. ഷിയാസ്ക പറഞ്ഞ പെരുന്നാൾ കഴിഞ്ഞിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അതല്ലടാ, ഈ പെരുന്നാളിന് ഒരു സമ്മാനമാണോ ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്? അതാണ് ചോദിച്ചത്. പെരുന്നാൾ സമ്മാനമാണെന്ന് പറഞ്ഞാൽ പെരുന്നാൾ ബേസ് അല്ലല്ലോ പടം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. പെരേരെ ഞാൻ സമ്മതിച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ പോലും പടം കണ്ടില്ല. കാരണം എന്താ വെച്ചാൽ ടിക്കറ്റ് കിട്ടിയില്ല അല്ല മകനെ. പക്ഷേ പറയട്ടാ മകനെ, ഈ പെരേര എന്ന് പറഞ്ഞ വ്യക്തി പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. കുറെ ആൾക്കാർ വെല്ലുവിളിച്ചു, നീ വന്നാൽ പടം കാണാം. പക്ഷേ പിണറായി സർക്കാർ രക്ഷിച്ചു പെരേരെ. അതിനെപ്പറ്റി പറയാം. അഭിവാദ്യങ്ങൾ. എന്തായാലും ലാലേട്ടിന് വേണ്ടി വന്ന പോലീസുകാര് എനിക്കൊരു പ്രൊട്ടക്ഷൻ തന്നു, വഴിയൊരുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ നടന്നു പോവുക. വീഡിയോ ഒന്നും വന്നില്ല, പക്ഷെ ആ ഒരു സംഭവം. പക്ഷെ എങ്കിലും നമ്മൾ പറയണമല്ലോ, കാരണം പറയേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ്. പക്ഷെ 1-2 റീല് പോയിട്ടുണ്ട്, നമ്മൾ വെള്ള ഡ്രസ്സിൽ നിൽക്കുന്ന വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ ഒരു കിടുക്കാച്ചി എന്റർടൈനറാണ്. കാരണം വേറൊരു കാര്യം കൂടി പറയാം, എൻ്റെ ഒപ്പം അടുത്തിരുന്നത് ഒരു ലേഡിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നാള് കാളി എന്ന് പറഞ്ഞൊരു ഫൈറ്റ് മാസ്റ്ററെ ഞാൻ ടിക്കറ്റ് എടുത്തപ്പോൾ എൻ്റെ സീറ്റ് കാളിയുടെ സീറ്റ് ഒറ്റ സീറ്റായി പോയി. പക്ഷേ ഞാൻ സീറ്റ് അടുത്ത സീറ്റ് കാളി. പക്ഷെ കാളി വേറെ സീറ്റിലേക്ക് പോയി. കാരണം എൻ്റെ ഒന്നും ആൾക്കാർക്ക് പേടിയാണ്. ഇന്നാളെ ഏതൊരു വിഷ്ണുവിൻ്റെ ഒരു കൂട്ടുകാർ വന്നിട്ടും എന്നോട് ഞാൻ മര്യാദക്ക് നിന്നിട്ട് കൂടി ആൾക്കാർ എന്തായാലും ഒരു കുഴപ്പമുണ്ടായില്ല. ലേഡി വന്ന് കൂടെ അടുത്ത് വന്നിരുന്നു. ലേഡിയുടെ പേരും കാര്യങ്ങളും പറയുന്നില്ല, മുഖം പോലും ഞാൻ കണ്ടില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, കാരണം ഇത്രയും വിവാദം ഉണ്ടായിട്ടും പ്രശ്നമുണ്ടായിട്ടും അടുത്തൊരു എന്താ പറയുക, നമ്മൾ പൈസ കൊടുത്ത് ഒരുപാട് പേര് സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാനാണ്. പക്ഷേ നമ്മുടെ റിയലായിട്ട് ഒരു സിനിമ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ അടുത്ത് വന്നിരിക്കുന്നു. സന്തോഷമുണ്ട്. ഗംഭീരമാവട്ടെ, അടിപൊളി, ഗംഭീരമാവട്ടെ.